ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹത്തിൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. അതായത് ശനിയുടെ രാശിമാറ്റത്തെ പറ്റിയാണ്. അതായത് ശനി 2025 മാർച്ച് 29 രാത്രി കുംഭരാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് രാശി മാറുകയാണ്. അത് കർക്കിടകക്കുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും എന്ത് ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ്. ഇപ്പോൾ നമ്മൾ ശനി എന്ന് കേൾക്കുമ്പം തന്നെ പൊതുവെ എല്ലാവർക്കും ഭയമാണ്. ഇപ്പോൾ ശനി ഭയപ്പെടേണ്ടതുണ്ടോ, ശനിയുടെ രാശിമാറ്റം ഭയപ്പെടേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പൊതുവെ ശനി ഒരു നല്ല ഗ്രഹമാണ്, ഒരു വിശ്വഗുരുവാണ്. നമ്മളെ ഓരോ സാഹചര്യത്തിലും ഓരോ വ്യക്തിയെ എങ്ങനെ ജീവിക്കണം, എന്ത് കർമ്മം ചെയ്യണം, അത് ഏത് രീതിയിൽ ചെയ്യണം എന്നൊക്കെ പഠിപ്പിക്കുകയും അങ്ങനെ പഠിക്കുന്നവരുടെ കഴിവുകളെ വികസിപ്പിക്കുകയും അത് പരിപോഷിപ്പിച്ച് അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ശനി. അപ്പോൾ പഠന തൽപര അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരെ തല്ലുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഗ്രഹമായിട്ട് നമുക്ക് ശനിയെ കാണാം. ഇപ്പം ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ സൃഷ്ടിച്ച് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഗ്രഹമാണ് ശനി. അപ്പം ഈ ദുരിതങ്ങൾ അനുഭവിച്ച് എന്തും സഹിക്കാനുള്ളൊരു കഴിവ്, സഹനശക്തി ഈ ശനി ഓരോ വ്യക്തിക്കും നൽകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അധ്വാനത്തിൻ്റെ ഗ്രഹമാണ്, അച്ചടക്കത്തിൻ്റെ ഗ്രഹമാണ്, ക്ഷമാശീലത്തിൻ്റെ ഗ്രഹമാണ്, നീതിബോധത്തിൻ്റെ ഗ്രഹമാണ്, കഷ്ടപ്പാടുകളുടെയും ഹാർഡ് വർക്കിൻ്റെയൊക്കെ ഗ്രഹമാണ് ശനി. അപ്പോൾ അധ്വാനം, അച്ചടക്കം, ക്ഷമാശീലം, നീതിബോധം, കഷ്ടപ്പാട്, ഹാർഡ് വർക്ക് ഒക്കെ നടത്തുന്നവർക്ക് പൊതുവെ സുഖം, അതുപോലെ ഈശ്വര കടാക്ഷം ഒക്കെ നൽകുന്ന ഒരു ഗ്രഹമായിട്ടും കൂടെ നമുക്ക് ഈ ശനിയെ കാണാം. കാരണം ജീവിതം എന്ന് പറയുന്നത് സുഖവും ദുഃഖവും ഈശ്വര കടാക്ഷവും ഒക്കെ കൂടിക്കലർന്നതാണെന്നുള്ള ഒരു പാഠം നമ്മെ പഠിപ്പിക്കുകയാണ് ഈ വിശ്വഗുരുവായ ശനി ചെയ്യുന്നത്. അപ്പം ശനിയുടെ രാശിമാറ്റം കർക്കിടകക്കുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതാണ്. നമുക്കറിയാം, കർക്കിടകക്കുറുകാർ എന്ന് പറയുമ്പം പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽ പെടുന്നവർ പൂയം, ആയില്യം നക്ഷത്രക്കാരാണ്. അപ്പോൾ അവർക്ക് ഈ ശനിയുടെ രാശിമാറ്റം എന്ത് പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ കർക്കിടകക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി 7ഉം 8ഉം ഭാവാധിപനാണ്. ആ 7ഉം 8ഉം ഭാവാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. മാർച്ച് 2025 മാർച്ച് 29 രാത്രി അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി നേരെ ഭാഗ്യസ്ഥാനത്തേക്ക് 9ലേക്ക് മീനരാശിയിലേക്ക് രാശി മാറുന്നു. മീനരാശി എന്ന് പറയുന്നത് ഗുരുവിൻ്റെ രാശിയാണ്, വ്യാഴഗ്രഹത്തിൻ്റെ രാശിയാണ്. ആ രാശിയിൽ 2027 ജൂൺ 3 വരെ ആ ശനി മീനം രാശിയിൽ ഉണ്ടാകും, 9 ഉണ്ടാകും. അപ്പം മീനൻ രാശ്യാധിപനായിട്ടുള്ള ഗുരു ആണെങ്കിൽ ശനിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും സമന്മാരാണ്. ശനിയുടെ ശത്രുഗ്രഹമല്ല ഈ ഗുരു ഗ്രഹം. നമുക്കറിയാം, മീനം രാശിയിൽ 3 നക്ഷത്രങ്ങളിലൂടെയാണ് ആ ശനി സഞ്ചരിക്കുന്നത്. അതായത് പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അത് ഗുരുവിൻ്റെ നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രം, അത് ശനിയുടെ തന്നെ നക്ഷത്രമാണ്. അതുപോലെ രേവതി, അത് ബുധൻ്റെ നക്ഷത്രമാണ്. ഈ 3 നക്ഷത്രങ്ങളുടെ അധിപന്മാരായിട്ടുള്ള ഗുരു, അതുപോലെ ശനി, അതുപോലെ ബുധൻ, അതിൽ ഗുരുവും ബുധനും ഒന്നും തന്നെ ശനിയുടെ ശത്രുഗ്രഹങ്ങളല്ല. അതുകൊണ്ട് ഈ ശനിയുടെ മീനൻ രാശിയിലേക്കുള്ള രാശിമാറ്റം പൊതുവെ അത് വലിയ ദോഷം ചെയ്യില്ല എന്ന് നമുക്ക് പറയാം.
ഇപ്പം കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അഷ്ടമശനി നടക്കുന്ന സമയമാണ്. മാർച്ച് 29 രാത്രി ഈ അഷ്ടമശനി ദോഷം തീരുന്നു. അപ്പോൾ 7.5 ശനി, കണ്ടകശനി ദോഷമൊന്നും ഉള്ള സമയമല്ല. ഇപ്പം കർക്കിടകക്കൂറിൽ നമുക്കറിയാം 3 നക്ഷത്രക്കാരാണ്. പുണർദം, അവസാനപാദം, പൂയം, ആയില്യം നക്ഷത്രക്കാർ. പുണർദം ഗുരുവിൻ്റെ നക്ഷത്രമാണ്. പൂയം ശനിയുടെ നക്ഷത്രമാണ്. ആയില്യം ബുധൻ്റെ നക്ഷത്രമാണ്. അപ്പം ഈ നക്ഷത്രങ്ങളൊന്നും തന്നെ, ഈ നക്ഷത്ര ജാതകർ ഒന്നും തന്നെ ശനിയുടെ ശത്രുഗ്രഹത്തിൻ്റെ നക്ഷത്രങ്ങളല്ല എന്നുള്ളതാണ് ഒരു പോസിറ്റീവ് എഫക്റ്റ്. അത് നമുക്ക് ഈ ദോഷാനുഭവങ്ങൾ കുറയ്ക്കുന്നതിനും ഗുണാനുഭവം കൂട്ടുന്നതിനും ഈ ശനിയുടെ രാശിമാറ്റം കർക്കിടകക്കൂറുകാരെ സഹായിക്കും എന്ന് പറയാം. അപ്പോൾ പൊതുവെ നമുക്ക് ഈ കർക്കിടകക്കൂറുകാർക്ക് ശനിദശ എപ്പോഴാണ് വരുന്നത് എന്നും കൂടെ ഒന്ന് നോക്കാം. ഇപ്പോൾ കർക്കിടകക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക്, പ്രത്യേകിച്ച് പുണർന്ന നക്ഷത്രക്കാർക്ക്, അവർക്ക് ശനിദശയൊക്കെ വരുന്നത് ഏകദേശം 10-11 വയസ്സൊക്കെ കഴിയുമ്പോഴാണ്. അതുപോലെ പൂയം നക്ഷത്രക്കാരാണെങ്കിൽ ശനി ദശയിൽ തന്നെ ജനിക്കുന്നവരാണ്. ആയില്യ നക്ഷത്രക്കാരാണെങ്കിൽ ഏകദേശം അവർക്ക് ഒരു 90-95 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഈ ശനിദശ വരുന്നത്. അപ്പോൾ അവർക്ക് ശനിദശ വരില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ പൊതുവെ നമുക്ക് ഈ ജന്മശിഷ്ടദശാകാലം വ്യതിയാനപ്പെടുന്നതിനനുസരിച്ച് ശനിയുടെ ഈ സമയത്തിൽ വ്യതിയാനം വരും. ഇപ്പോൾ ഈ ജന്മശിഷ്ട ദശാകാലം വ്യതിയാനപ്പെടുന്നതിനനുസരിച്ച് ഈ പുണർദ നക്ഷത്രക്കാർക്കും അതുപോലെ ആയില്യ നക്ഷത്രക്കാർക്കും ഒക്കെ തന്നെ ശനിയുടെ ദശാരംഭത്തിൽ മാറ്റം വരും. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്, ഏത് ദശ നടക്കുമ്പോഴും ശനിയുടെ അപകാരം വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ജാതകത്തിൽ ലഗ്നാല് ശനി ഇഷ്ടഭാവാധിപത്യം വഹിച്ച ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് എങ്കിൽ ഈ ഗോചരശനി അല്ലെങ്കിൽ ശനിയുടെ രാശിമാറ്റം ദോഷാനുഭവങ്ങൾ കുറയ്ക്കുന്നതിനും ഗുണാനുഭവങ്ങൾ കൂട്ടുന്നതിനും വഴിതെളിക്കും എന്ന് പറയാം. ഇനി നമുക്ക് ഈ ശനിയുടെ രാശിമാറ്റത്തിൻ്റെ ഇമ്പാക്റ്റുകൾ, അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും, ഇത് നമുക്ക് മനസ്സിലാക്കുന്നതിന് ഈ കർക്കിടകക്കൂറുകാർക്ക് ഏത് ലഗ്നമാണ് വന്നത് എന്നും കൂടെ നമ്മൾ അറിയണം. അപ്പോൾ ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും നിർണ്ണയിക്കുന്നത് വെറും കൂറ് വച്ചല്ല, ആ കൂറുകാർക്ക് ഏത് ലഗ്നരാശി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇടവ ലഗ്നം, മിഥുന ലഗ്നം, കർക്കിടക ലഗ്നം, കന്നി ലഗ്നം, തുലാ ലഗ്നം, വൃശ്ചിക ലഗ്നം, മകരലഗ്നം, കുംഭലഗ്നം, ഇത്തരം ലഗ്നം വന്നിട്ടുള്ള ഈ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശനി വലിയ ദോഷം ചെയ്യില്ല. അതിൽ പ്രത്യേകിച്ച് ഇടവം, തുലാം, കർക്കിടകം, മകരലഗ്നക്കാർക്ക് ശനിയുടെ രാശിമാറ്റം വലിയ ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കും എന്ന് പറയാം. അതേസമയം മിഥുനം, കന്നി, അതുപോലെ വൃശ്ചികം, കുംഭലഗ്നക്കാർക്ക് ഗുണാനുഭവം ഉണ്ടാകും, പക്ഷേ ചിലപ്പോൾ ചെറിയ കാലതാമസം ഉണ്ടാക്കിയെന്നും വരാം. അതേസമയം മറ്റ് ലഗ്നക്കാരായിട്ടുള്ള മേടം, ചിങ്ങം, ധനു, മീനലഗ്നക്കാർക്ക് ശനിയുടെ രാശിമാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഗുണാനുഭവം ഉണ്ടാക്കണമെന്നില്ല. അവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ, അപ്രതീക്ഷിത സംഭവവികാസങ്ങൾ, തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവില്ലായ്മ, മാനസികമായിട്ടുള്ള പിരിമുറുക്കം, കാര്യസാധ്യത്തിന് എന്തെങ്കിലും തടസ്സങ്ങൾ, കാലതാമസം, ഇവയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എന്ത് ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും കർക്കിടകക്കൂറുകാർക്ക് ശനിയുടെ മീനരാശിക്കുള്ള രാശിമാറ്റം ഉണ്ടാക്കും എന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കുമ്പോൾ, ഇപ്പം 7ാം ഭാവാധിപനാണ് ശനി. അപ്പോൾ 7ാം ഭാവാധിപനായിട്ടുള്ള ശനി 9ലേക്കാണ് രാശി മാറുന്നത് കർക്കിടകക്കൂറുകാർക്ക്. അപ്പോൾ അത് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗോൾ, അവരുടെ ലക്ഷ്യങ്ങൾ, കൈവരിക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ അവർക്ക് ശ്രദ്ധ കൊടുക്കാനുള്ള ഒരു സമയം എന്ന് പറയാം. അപ്പം ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള
ഒരു ശേഷി കൂടുന്ന സമയമാണ്. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. ഉന്നത പഠനം വിദേശത്തൊക്കെ നടത്തുന്നവർക്ക് പഠനാനന്തരം അവിടെ തന്നെ തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതയൊക്കെ കാണുന്നു. ചിലർക്ക് ജീവിത പങ്കാളിയുടെയൊക്കെ സ്വാധീനം കൊണ്ട് നല്ല ചിന്തകൾ, ധർമ്മചിന്തകൾ, ജീവിതത്തിൽ ഉത്തരവാദിത്വ ബോധം ഒക്കെ ജീവിത പങ്കാളി വഴിയൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. ചിലർക്ക് നല്ല പ്രവർത്തനങ്ങളിലേക്ക് അവരെ നയിക്കുന്നതിന് പക്വമതിയായ ഒരു ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്തുന്നതിനുമൊക്കെ ഈ സമയം വഴിതെളിക്കുമെന്ന് പറയാം. വിദേശ വിപണനത്തിലൊക്കെ ശ്രദ്ധ അതിലൊക്കെ കേന്ദ്രീകരിക്കുന്നവർക്ക് പൊതുവെ നല്ല സമയമായിരിക്കും. ശനി അഷ്ടമഭാവാധിപനും കൂടിയാണ്. അഷ്ടമഭാവാധിപനായിട്ടുള്ള ശനിയാണ് 9 വരുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് സമ്പത്തിൽ, പിതൃ സ്വത്തിലൊക്കെ ഒരു കെയർ വേണം. അതുപോലെ പിതാവുമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ അത് കഴിവതും ഒഴിവാക്കി പോകണം. ഉന്നത പഠനം, ഗവേഷണം ഇവകളിൽ ഗുണാനുഭവമൊക്കെ ഉണ്ടാകും. ആത്മീയ കാര്യങ്ങളിലൊക്കെ ഉയർച്ചയുണ്ടാകും. തത്വശാസ്ത്രങ്ങൾ അറിയുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടാകും. അതുവഴിയൊക്കെ അറിവ് കൂടും. വിദേശയാത്രകൾക്കൊക്കെ യോഗമുണ്ട്. ഗുരുക്കന്മാർ, സീനിയർ അധ്യാപകർ, അവരുടെയൊക്കെ ഉപദേശം അതൊക്കെ ജീവിത വിജയത്തിന് സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഈ ശനി 9 രാശി മാറി വരുമ്പോൾ ഗുണാനുഭവങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആ ശനി ഏതൊക്കെ രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ആ ദൃഷ്ടി ചെയ്യുന്ന രാശികളൊക്കെ ശനിയുടെ മിത്രരാശിയാണോ ശത്രുരാശിയാണോ എന്നുള്ളതറിയണം. ഇപ്പോൾ 9 നിൽക്കുന്ന ശനി അതിൻ്റെ 3-ാം ഭാവമായിട്ടുള്ള 11 ദൃഷ്ടി ചെയ്യുന്നു. കർക്കിടകക്കുറുകാരുടെ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് ആ ശനി ദൃഷ്ടി ചെയ്യുന്നു. അത് ശുക്രൻ്റെ രാശിയാണ്. ആ ശുക്രനാണെങ്കിൽ ശനിയുടെ മിത്രഗ്രഹമാണ്. അപ്പോൾ ശനിയുടെ മിത്രഗ്രഹത്തിൻ്റെ രാശിയിലേക്ക് ശനി ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് 11-ാം ഭാവവും കൂടി ആകുമ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ആ ശനിയുടെ 11 ദൃഷ്ടി വഴിതെളിക്കും. ധനസ്ഥിതിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. വർക്കിലൊക്കെ ആക്റ്റീവാകും. പ്രത്യേകിച്ച് 9 നിന്ന് അതിൻ്റെ 3 ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ വർക്കിൽ ആക്റ്റീവാകും. ഒരു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റൊക്കെ ഉണ്ടാകും. അപ്പോൾ കമ്മ്യൂണിക്കേഷനൊക്കെ മെച്ചപ്പെടും. അതുപോലെ സുഹൃത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങൾ വഴിയോ ഒക്കെ തന്നെ, പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങൾ വഴിയോ ഒക്കെ തന്നെ സാമ്പത്തിക നേട്ടം ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. പൊതുവെ ക്വാളിറ്റി ഓഫ് ഇൻ്ററാക്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നത് സമയമായതുകൊണ്ട് അതുവഴി ക്വാളിറ്റി ഓഫ് ഇൻ്ററാക്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതും, അതുപോലെ നമുക്ക് നമ്മുടെ ഒരു പൊതുവെ ഒരു നല്ല ബിഹേവിയറൊക്കെ വരുന്നതൊക്കെ വഴി, ഒരു നീതിബോധമൊക്കെ വരുന്നത് വഴി, അച്ചടക്കമൊക്കെ ഉണ്ടാകുന്നത് വഴി തൊഴിലിടയിൽ നിന്നൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാനൊക്കെ അത് സാധ്യതയുണ്ട്. അതുപോലെ പിതാവ്, സുഹൃത്തുക്കൾ, സാമൂഹ്യ ബന്ധങ്ങൾ ഇവരുമായിട്ടൊക്കെ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ മെച്ചപ്പെടുത്തി പോകുന്നത് വളരെ ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക. ഇനി 9 നിൽക്കുന്ന ശനി അതിൻ്റെ 7-ാം ഭാവമായിട്ടുള്ള 3 ദൃഷ്ടി ചെയ്യുന്നു. അപ്പം 3 ശനി ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കന്നിരാശിയാണ്, ബുധൻ്റെ രാശിയാണ്. ബുധൻ എന്ന് പറയുന്നത് ശനിയുടെ മിത്ര രാശിയുമാണ്, മിത്രഗ്രഹത്തിൻ്റെ രാശിയാണ്. അപ്പോൾ പൊതുവെ 3 ശനിയുടെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ സഹോദരങ്ങളുമായിട്ടുള്ള, അയൽപക്കക്കാരുമായിട്ടുള്ള ക്വാളിറ്റി ഓഫ് ഇൻ്ററാക്ഷൻ, ആ കമ്മ്യൂണിക്കേഷൻ അതൊക്കെ മെച്ചപ്പെടുന്നതും അതൊക്കെ മെച്ചപ്പെടുത്തുന്നതും ഒക്കെ തന്നെ. അതുപോലെ ഗുരുക്കന്മാരുമായിട്ടുള്ള ആ ബന്ധം, പിതാവുമായിട്ടുള്ള ബന്ധം, ഇവയൊക്കെ മെച്ചപ്പെടുത്തുക വഴി അവർക്ക് നിലവിലുള്ള ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ശനി സഹായിക്കും എന്ന് തന്നെ പറയാം. അതുപോലെ ജീവിത പങ്കാളിയുടെയൊക്കെ സഹായം കൊണ്ട് ഭാഗ്യാനുഭവങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. അതുപോലെ തന്നെ കൂട്ടുസംരംഭങ്ങൾ വഴിയും ചില അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഈ സമയത്ത് ഈ കൂറുകാർക്ക് ഉണ്ടാകാം. ഇവയെല്ലാം തന്നെ പൊതുവെ ഒരു പരിവർത്തനത്തിൻ്റെ സമയമായിട്ട് കാണിക്കുന്നുണ്ട്.
യാത്രകൾ കൊണ്ടും ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധ്യമാകും എന്നും കൂടെ പറയാം. ഇനി 9 നിൽക്കുന്ന ശനി അതിൻ്റെ 10ാം ഭാവമായിട്ടുള്ള 6ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അത് 6ലേക്കൊക്കെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ ചിട്ടയായിട്ടുള്ള വ്യായാമക്രമത്തിലൂടെ, 6 പറയുമ്പം പൊതുവേ ഒരു രോഗസ്ഥാനമാണ്. അപ്പോൾ ചിട്ടയായിട്ടുള്ള വ്യായാമക്രമത്തിലൂടെ, അച്ചടക്കത്തിലൂടെ, അതുപോലെ കൃത്യമായ ദിനചര്യകളൊക്കെ പാലിക്കുക വഴി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താനാകും എന്ന് മനസ്സിലാക്കുക. അതുപോലെ തൊഴിലന്വേഷകർക്ക് അവരുടെ ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ തന്നെ ഒരു ആധിപത്യം പുലർത്തുന്നതിനും വിജയത്തിനുമൊക്കെ സാധ്യത കാണുന്നു. അതുപോലെ ആരോഗ്യ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ സേവനത്തിലൊക്കെ ഒരു വിജയം ഈ സമയത്ത് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് സേവനത്തിലൊക്കെ തന്നെ മുതിർന്നവരുടെയൊക്കെ ഉപദേശം വളരെ ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക. കടബാധ്യതയൊക്കെ കുറയ്ക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാകും. അതുപോലെ തന്നെ സത്യസന്ധത, അച്ചടക്കം, അതുപോലെ നീതിപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്യുന്നത് കൊണ്ട് അത് എന്ത് പ്രതിബന്ധങ്ങളും തരണം ചെയ്യുന്നതിനുള്ള ഒരു കഴിവ് ആ 6ലെ ശനിയുടെ ദൃഷ്ടി നൽകും എന്ന് തന്നെ പറയാം. അപ്പോൾ തൊഴിൽ സംബന്ധമായിട്ടുള്ള വ്യവഹാരങ്ങളിൽ, കേസുകളിൽ ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഒരു വിധി ഈ സമയത്ത് ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം. പൊതുവെ ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയുന്ന ഒരു സമയമായിട്ടും കൂടെ നമുക്ക് ഈ ശനിയുടെ 6ലെ ദൃഷ്ടി വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.